ഒരു അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ലീഡർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഹോസ്പിറ്റലിൽ വരുന്ന സിക്ക് പേഷ്യൻസിനെ നോക്കൽ മാത്രമല്ല, ഇതിലൊക്കെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം പേഷ്യൻസിന് നല്ല എക്സ്പീരിയൻസ് ഹോസ്പിറ്റലിൽ കൊടുക്കാൻ പറ്റുന്നുള്ളതാണ് ഔട്ട്സ്റ്റാൻഡ് ചെയ്യാൻ വേണ്ട ക്വാളിറ്റി. എൻട്രി കോഴ്സ് എടുത്ത ഓരോ സ്റ്റുഡൻസിനും ആ ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. അതിന് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും നിങ്ങളുടെ മെന്റേഴ്സ് ഉണ്ട്. ഇനി അതല്ല എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞാൻ ഏത് ടൈമിലും അവൈലബിൾ ആയിരിക്കും. എൻ്റെ നമ്പറും ഇമെയിൽ ഐഡിയൊക്കെ ഞാൻ തരാം. കമ്മ്യൂണിക്കേഷനും പേഷ്യൻറ്റ് റിലേഷൻഷിപ്പ്, എക്സ്പീരിയൻസ്, എമ്പതി, ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും മനസ്സിൽ വിട്ടുപോയത്. ഇനി ഇതില്ലാണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ട് വളർന്നു വരാൻ പറ്റില്ല. കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ 2-3 ക്വാളിറ്റീസ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വാളിറ്റി ഇതാണ്: നിങ്ങൾ എത്രത്തോളം കണക്റ്റഡ് ആണ്, നിങ്ങൾ എത്രത്തോളം നെറ്റ്വർക്ക്സ് ഉണ്ടാക്കുന്നത്, നിങ്ങൾ എത്രത്തോളം ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഭാവിയിൽ ഒരു ജോലിക്കൊക്കെ കയറി ഒരു ഹോസ്പിറ്റലിലൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയും, അന്ന് പരിചയപ്പെട്ട ആളുണ്ട് അവിടെ മറ്റേ ഹോസ്പിറ്റലിൽ, സൺറൈസിലുണ്ട്, അല്ലെങ്കിൽ ലേക്ക് ഷോറിലുണ്ട്, അല്ലെങ്കിൽ ആസ്റ്ററിലുണ്ട്. അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് പരിചയം കൊണ്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ എളുപ്പമാവും. നിങ്ങളെ കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇന്റേൺഷിപ്പിൽ കയറാന്ന് വിചാരിക്കുക. ഇന്റേൺഷിപ്പ് ടൈമിൽ നമുക്ക് ഫേസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഭയങ്കര തിരക്കിലായിരിക്കും. ആർക്കും നമുക്ക് ഇത് പറഞ്ഞു തരാനൊന്നും ടൈം കിട്ടിയെന്ന് വരില്ല. പക്ഷെ അതൊന്നും നിങ്ങളെ ബാധിക്കരുത്. ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യുന്ന വെച്ചാൽ SOP എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അതിൽ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും, ഓരോ പ്രോസസ്സും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഈ പ്രോസസ്സുകൾ നമ്മൾ പഠിച്ച് ഇന്റേൺഷിപ്പിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടുക. ഏതൊരു ഹോസ്പിറ്റലിന്റെ മാനേജ്മെന്റും ഫസ്റ്റ് നോക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്റേണലി ആരെങ്കിലും അങ്ങോട്ടേക്ക് ഇടാൻ പറ്റുമെന്നാ നോക്കാം, അല്ലെങ്കിൽ ഇന്റേണലി ആരെങ്കിലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റുമോ, ഇന്റേണലി ഏതെങ്കിലും ഇന്റേൺസ് ഉണ്ടെങ്കിൽ അവരെ നമുക്ക് ഇവിടെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്നാ നോക്കാം. അപ്പൊ ഇന്റേൺഷിപ്പിൽ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, നല്ല പെർഫോമൻസ് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഹോസ്പിറ്റലിൽ തന്നെ നിങ്ങൾക്ക് ജോലിക്ക് പെട്ടെന്ന് കയറാൻ പറ്റും. കാരണം അവിടെ വേക്കൻസി വരുമ്പോൾ, കാരണം നിങ്ങളെ ആൾക്കാർ അറിയും. ഇപ്പോൾ ഞാൻ നേരത്തെ നെറ്റ്വർക്കും കണക്ഷൻസ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഒരു സ്ഥലത്ത് ഉണ്ടാകുമ്പോൾ നമ്മൾ എത്രത്തോളം ആൾക്കാർക്ക് അറിയപ്പെടുന്നു എന്നുള്ളത്. നമ്മൾ നല്ല വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻസ് ഗൂഗിൾ റിവ്യൂ ഇടുമ്പോൾ നമ്മുടെ പേര് വെച്ചിട്ട് ഇടും. ഞാൻ നിങ്ങളിത് മാക്സിമം പഠിക്കണം, മാക്സിമം ക്വസ്റ്റ്യൻ ചോദിച്ച് അറിയണം, എല്ലാ പ്രോസസ്സും പഠിക്കണം എന്ന് പറഞ്ഞ പോലെ നിങ്ങളൊരു ജേർണൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൽ നിങ്ങൾ ഓരോ ദിവസം എന്താണ് പഠിക്കുന്നത്, എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് ഈ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. കാരണം എന്നാലേ നിങ്ങൾക്ക് അടുത്ത ഒരു ഇന്റർവ്യൂക്ക് പോകുന്ന സമയത്ത് ഈ ബുക്ക് റെഫർ ചെയ്യാൻ പറ്റും, ഈ ബുക്കിൽ എന്തൊക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ കുറച്ചും കൂടെ പറയാനുള്ള ആ ഒരു ഫ്ലുവൻസിയും ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കുറച്ചും കൂടെ കൂടും. എല്ലാവരും അപ്പോൾ നല്ല അഡ്മിനിസ്ട്രേറ്റർ ആവില്ലേ? നിങ്ങളുടെ ഡ്രീം എന്താ? പോരാ സൗണ്ട് പോരാ CEO അല്ലേ? ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും എൻ്റെ നമ്പർ ബാഹിറിൻ്റെ കയ്യിലുണ്ട്, വാങ്ങിച്ചാൽ മതി. ഐ വിൽ ബി ദേർ. ഓക്കെ, എല്ലാവരും നല്ല ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ട് എവിടെയെങ്കിലൊക്കെ വെച്ച് കാണാമെന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.